ശബരിമലയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. എന്നാൽ ചിലർ പ്രതിഷേധിക്കാനും ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാനും ശബരിമലയിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതുതന്നെയാണ് കേരള പോലീസും കാത്തിരുന്നത്. അങ്ങനെ വന്ന ചിലരുടെ കഥയാണ് ഇന്ന് വട്ടപൂജ്യത്തിന്റെ എപ്പിസോഡിലുള്ളത്. കാണാം. സംഭവം മറ്റാരുമല്ല, ഒരു ദേശീയ നേതാവാണ്. ആളെ പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു, എന്നാലും പറയുകയാണ്. പ്രതീഷ് വിശ്വനാഥ്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ദേശീയ നേതാവ്, അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന പുതിയ സംഘടന കൊണ്ടുവന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു കേമൻ. അമിത് ഷായുടെ കൂടെയും നരേന്ദ്രമോദിയുടെ കൂടെയും സ്വാതി പ്രാച്ചിയുടെ കൂടെയും തൊഗാഡിയയുടെ കൂടെയും ഫോട്ടോസുകൾ എടുത്ത് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്ത് താൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ച നമ്മുടെ സ്വന്തം പ്രതീഷ് വിശ്വനാഥ്. ദേശീയ നേതാവാണ് അദ്ദേഹമെന്ന് നമ്മൾക്കറിയാം. കേരള പോലീസിന് അദ്ദേഹം ദേശീയ നേതാവാണെന്ന കാര്യം മറന്നുപോയതാണോ? പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഒരടി മിസൈൽ. സംഭവമൊക്കെ കൊള്ളാം. നല്ല കിടുക്കാച്ചി പ്രതിഷേധം. പോലീസുകാരെ ഇടക്കണ്ണിട്ട് നോക്കി പ്രതീഷ് വിശ്വനാഥിന്റെ സന്നിധാനത്തുള്ള ചില പ്രകടനങ്ങൾ. തന്റെ കൂട്ടാളികളൊക്കെ കൂട്ടി താനും അവരോടൊപ്പം ശരണം വിളിക്കുന്നു. ദൃശ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് പ്രതീഷ് വിശ്വനാഥ് പോലീസ് ഏമാന്മാരെ നോക്കുന്നതും കാണാം. കാരണം ലാത്തിയെ പേടിക്കാത്ത ഒരു നേതാവും ഇല്ല എന്നതല്ലേ സത്യം. അങ്ങനെയായിരിക്കെ തൻ്റെ നേരെയുണ്ടായിരുന്ന മുതിർന്ന പോലീസ് ഓഫീസറോട് അപമര്യാദയായ രീതിയിൽ പ്രതീഷ് വിശ്വനാഥ് എന്തോ പെരുമാറിയെന്നാണ് തോന്നുന്നത്. തൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിനെ പ്രതീഷ് വിശ്വനാഥിന്റെ അടുത്തേക്ക് പോലീസ് ഏമാൻ അയക്കുന്നുണ്ട്. കഴുത്തിന് പിടിച്ച് ജീപ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ചാളുകൾ ബഹളമുണ്ടാക്കുന്നു. ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ പ്രതീഷ് വിശ്വനാഥിന്റെ എല്ലാ കൺട്രോളും പോയി. സംഭവമൊക്കെ കണ്ടല്ലോ. നല്ല ഒന്നാം തരം ഇടി. ഒരു പോലീസുകാരൻ ഇടയ്ക്ക് വന്ന് ഒരു പാത്രമെടുത്ത് ഇക്കൂട്ടരിലെ ഒരാളെ എറിയുന്നതും ദൃശ്യത്തിൽ നേരെ നോക്കിയാൽ കാണാം. എന്തു പറഞ്ഞാലും കേരള പോലീസിന് കിട്ടിയ ഒരു വലിയ ആറ്റം ബോംബ് എന്ന് വേണം ഇവിടെ പറയാൻ. ദേശീയ നേതാവ് എന്ന ജാട പ്രതീഷ് വിശ്വനാഥ് കാണിച്ചത് കേരള പോലീസിനോടാണ്. കേരള പോലീസിന് എന്ത് ദേശീയ നേതാവ്, എന്ത് സംസ്ഥാന നേതാവ്? ലാത്തി കിട്ടിയാൽ അടിക്കണമെന്ന് വിചാരിക്കുന്ന കേരള പോലീസിന് മുമ്പിൽ കിട്ടിയ ഒരു ഇരയാണ് പ്രതീഷ് വിശ്വനാഥ്. നല്ല രീതിയിൽ അങ്ങ് കാച്ചേണ്ട രീതിയിൽ തന്നെ പ്രതീഷ് വിശ്വനാഥിനിട്ട് രണ്ടെണ്ണം കൊടുക്കാനും അവർ മറന്നിട്ടില്ല. എന്നാൽ അവസാനം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടിമാഞ്ഞപ്പോൾ പ്രതീഷ് വിശ്വനാഥ് മനസ്സിൽ ചിന്തിച്ചു കാണും. എല്ലാം കഴിഞ്ഞ് പ്രതീഷ് വിശ്വനാഥിനെയും കൂട്ടരെയും വാഹനത്തിനകത്ത് കയറ്റി പോലീസ് സ്ഥലം വിടുന്നു. പിന്നെ നമ്മൾ മലയാളികൾ
അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് കാണുന്നത്. സ്വന്തം ജീപ്പിനകത്ത് നിന്ന് ഒരു ഇളഞ്ഞ ചിരി ചിരിക്കുന്ന ഒരു ചിത്രം. ഇതൊക്കെ എന്ത്? ചിരിയുടെ രഹസ്യം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇനി മേലാൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഞാനില്ല എന്നതാണ് ആ ചിരിയുടെ അർത്ഥം. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനിയും ഇതുപോലെയുള്ള കോപ്രായങ്ങളുമായി വന്നാൽ ഞങ്ങൾ മീഡിയക്കാർക്ക് ഒരു വട്ടപൂജ്യത്തിനുള്ള സ്കോപ്പ് കാണുമെന്ന് തുറന്നു പറയുന്നു. നന്ദി, നമസ്കാരം.